കന്യാകുമാരി നമുക്കെല്ലാവർക്കും അറിയാം. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് കന്യാകുമാരി എന്നുള്ളത്. അപ്പം നമ്മളിന്ന് യാത്ര പോകുന്നത് കന്യാകുമാരിയിലേക്കാണ്. കോട്ടയത്തു നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ട്രെയിനിലാണ് യാത്ര. കോട്ടയത്തു നിന്നും ദിവസേനയുള്ള രാവിലെ 8:38 ഒരു ട്രെയിനാണ് കന്യാകുമാരി എക്സ്പ്രസ്. അതിനാണ് യാത്ര പുറപ്പെടുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിന് 8:38 ആകുമ്പം കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ശേഷം 2:50 ഉച്ചയ്ക്ക് ശേഷം 2:50 ഈ കാണുന്ന കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പം ഞാനിന്ന് പോകുന്നത് ഒരു ഇടദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷനിലൊന്നും ഒരുപാട് തിരക്ക് കണ്ടില്ല. പക്ഷേ ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൊല്ലം തിരുവനന്തപുരമൊക്കെ എത്തിയപ്പം തിരക്ക് കുറഞ്ഞു. അവിടെ നിന്ന് കന്യാകുമാരിയിലെത്തിയപ്പോൾ ഒരു വളരെ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ പുറത്ത് ഒരുപാട് ഓട്ടോ ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് ഇവിടെ നിന്നും ബോട്ട് ജെട്ടിയിലേക്കുള്ള ആ ഒരു ദൂരമുണ്ട്. കുറച്ച് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആ ഒരു ദൂരം കവർ ചെയ്യാൻ വേണ്ടി അവർ ടൂറിസ്റ്റുകളെയൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോൾ ഈ ട്രെയിനൊക്കെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. ഓട്ടോക്കാരുടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ പിടിച്ച് ഇവിടുന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പോകാം. ഇപ്പം ഞാനേതായാലും നടന്നാണ് പോകുന്നത്. എനിക്കങ്ങനെ പോകാനാണ് ഇഷ്ടം. അത് തന്നെയല്ല, ഇപ്പം ഓട്ടോയ്ക്കൊക്കെ ചിലപ്പം ചാർജ് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എങ്കിലും എനിക്ക് നടന്നു പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇവിടുന്ന് ആ 1 കിലോമീറ്റർ നടന്ന് പതിയെ ആ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് പോകാമെന്ന് വെച്ചു. ഇവിടുന്ന് പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥലം തന്നെ. നമ്മൾ നോർമലായിട്ടുള്ള ടൗണിൽ കൂടെ നടന്നു പോകുന്ന പോലെ തന്നെയുള്ള വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ സമയത്ത്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവും എന്നാണ്. ടൗണും അതുപോലെ തന്നെ ആ ഒരു ബീച്ചിൻ്റെ ഭാഗമൊക്കെ നല്ല തിരക്കാവും എന്നാണ് ഇവിടെ ഒരു ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നടന്നിരിക്കുകയാണ്. അപ്പം അവിടെ ആ ഒരു ബോട്ട് സ്റ്റേഷനിൽ വന്ന് ഇവിടെ വിവേകാനന്ദ പാറ, ഇപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ പാറ. അതിന് സമീപം കാണുന്നതാണ് തിരുവള്ളൂരിൻ്റെ ആ ഒരു പ്രതിമ. അപ്പോൾ ഇവിടെ നിന്നും ഞാൻ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അതായത് ഇവിടെ നിന്നും വിവേകാനന്ദ പാറയിലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ബോട്ട് സർവീസിനാണ് 100 രൂപ ഈടാക്കുന്നത്. അപ്പോൾ ഞാൻ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം ഇപ്പം മുൻപിൽ കാണുന്ന ആ ഒരു ബോട്ട് ജെട്ടിയിലാണ്. അതിലൂടെ വന്നിട്ട് അവിടെ നിന്ന് ആ കാണുന്ന ബോട്ടിന് വേണം പോകാൻ. കാര്യം ഒരുപാട് ദൂരമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ആ ഒരു ചെറിയ യാത്രയാണെന്നുണ്ടെങ്കിൽ തന്നെയും, ഈ ബോട്ടിലിരുന്നുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക. കടലിൻ്റെ കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ലല്ലോ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തിരമാലകൾക്ക് തന്നെ ഭയങ്കര ശക്തിയേറിയ തിരമാലകളുണ്ട് ഇവിടെ. എന്തായാലും ദൂരെ ഈ കാണുന്നതാണ് നമ്മുടെ വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു തിരുവള്ളുവരുടെ ആ ഒരു പ്രതിമയും. അപ്പം അതിന് കുറുകെയായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളതാണ്, പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഈ ദൂരെ കാണുന്നതാണ് കന്യാകുമാരിയായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ ഒക്കെയും. എന്തായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകണം. ഇതിന് ആദ്യം ഫസ്റ്റ് വിവേകാനന്ദ പാറ സന്ദർശിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാൻ. കാരണം ഇവിടെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ ഈ ഒരു സർവീസ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിവേകാനന്ദ പാറ, അതുപോലെ തന്നെ ഈ തിരുവള്ളുവർ സ്റ്റാച്ചു, നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച. ഒരുപാട് ആൾക്കാരൊന്നും ബോട്ടിലില്ല, കുറച്ച് വരെ ഉള്ളൂ. എങ്കിലും ഞാൻ ആദ്യം തന്നെ കയറി സീറ്റ് പിടിച്ച് അവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ദൂരെ കണ്ടില്ല, നല്ലൊരു വലിയൊരു തിര ഇങ്ങ് വരുന്നത് കണ്ടില്ലേ. അത് അതിശക്തമായിട്ടുള്ള തിരയുടെ ആ ഒരു ശക്തി പോലെ തന്നെ നമുക്ക് ഈ ബോട്ടിൽ ആ ഒരു ഷേക്കിങ്, ബോട്ടിലിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേക്കിങ് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഒരുപാടൊന്നും ഈ ബോട്ടിൽ കൂടെ ഒന്നും യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പേടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയും ഈ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ബോട്ടിനകത്ത് തന്നെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പുറത്തോട്ടൊന്നും കൂടുതൽ ക്യാമറ കൊണ്ടുപോകാതെ തന്നെ. അപ്പം നമ്മളിവിടെ ഈ ബോട്ട് ഇറങ്ങി ചെന്നിരിക്കുകയാണ്. മുകളിൽ ഈ കാണുന്നതാണ് വിവേകാനന്ദ മണ്ഡപം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ശ്രീപാദ മണ്ഡപമുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം. ഇവിടെ നിൽക്കുന്നത് വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെരുപ്പുകളൊക്കെ താഴെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ശ്രീപാദ മണ്ഡപത്തിന് വിവേകാനന്ദ മണ്ഡപത്തിൻ്റെ അകത്തോട്ടൊന്നും ക്യാമറ അലൗഡ് അല്ല. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഇവിടെ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ദൂരെ അക്കരെ ഭാഗത്തൊരു പള്ളി കാണാം. അതുപോലെ തന്നെ കന്യാകുമാരി ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു വിവേകാനന്ദ റോക്സിലേക്കുള്ള ആ ഒരു ബോട്ട് യാത്രയിൽ അപ്പ് ആൻഡ് ഡൗൺ
ചാർജ് വരുന്നത് 100 രൂപയാണ്. അതിനുശേഷം നമ്മൾ വിവേകാനന്ദ പാറയിലെത്തിയിട്ട് ഇവിടെ ഒരു 30 രൂപയുടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. അതായത് ഈ ഒരു വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപവും അതുപോലൊക്കെ തന്നെ തിരുവള്ളുവർ സ്റ്റാച്യു, പിന്നെ ഈ പറയുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണുന്നതിന് വേണ്ടി ആ ഒരു 30 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇത്രത്തോളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെയും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ്. നമ്മൾ ഫോട്ടോയിൽ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാളും അധികമായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. എനിക്ക് ഈ ഒരു മണ്ഡപത്തിൻ്റെ ആ ഒരു ലുക്ക് കാണുമ്പോൾ നമ്മുടെ ആ ബാഹുബലി ആ ഒരു സിനിമയ്ക്കത്തുള്ള ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു എൻട്രൻസ് പോലെയൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് ആ ഒരു തിരുവള്ളുവർ സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വളരെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒന്നാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ഇങ്ങോട്ട് കയറുന്നതിനുള്ള ആ ഒരു 30 രൂപയുടെ എൻട്രി ടിക്കറ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ബ്രിഡ്ജിലൂടെ നടന്ന് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നറിയപ്പെടുന്ന തിരുവള്ളുവരുടെ ഈ ഒരു പ്രതിമയാണ്. ഇതിനടിയിൽ കൂടെയാണ് ഒരു എൻട്രൻസ് ഉണ്ട് ആ ഒരു പ്രതിമയുടെ ആ ഒരു സമീപത്തിലേക്ക് എത്താൻ വേണ്ടി. എന്തായാലും ഈ ഒരു പ്രതിമയുടെ പണി ആരംഭിച്ചത് 1990-ലാണ്. 2000 ആണ്ടിൽ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. അപ്പം നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലൊന്നുമല്ല, പ്രതിമയ്ക്ക് നല്ല വലിപ്പമുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമ തന്നെയാണ്. കല്ലും അതുപോലെ തന്നെ കോൺക്രീറ്റും ഒക്കെ ഉപയോഗിച്ചാണ് ഈ കാണുന്ന ആ ഒരു തിരുവള്ളുവരുടെ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു പ്രതിമയ്ക്ക്, അതായത് ഈ ഒരു തിരുവള്ളുവർ പ്രതിമയ്ക്ക് സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്ന് പേരിട്ടത് ഈ 2025 ഈ പ്രതിമ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ട് 25 വർഷം തികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിന് അതായത് പ്രതിമയ്ക്ക് ആ ഒരു സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നൊരു നാമകരണം നൽകിയിരിക്കുന്നത്. തിരുവള്ളുവർ പ്രതിമ, അതായത് നമ്മുടെ സ്റ്റാച്യു ഓഫ് വിസ്ഡം, അതൊക്കെ കണ്ടു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സമയത്ത് അവിടെ ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൻ്റെ അവിടെയായിട്ട് ആ ഒരു ഭിത്തിയിലൊക്കെ കുറേ കാര്യങ്ങളിങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഇത് ഇംഗ്ലീഷിലും പിന്നീട് തമിഴിലുമാണ് അവിടെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കാണുന്നതൊക്കെയും തിരുക്കുറളാണ്. തിരുക്കുറൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവള്ളുവരുടെ ആ ഒരു മഹത് ഭജനങ്ങൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് തിരുക്കുറൾ എന്നാണ് പറയപ്പെടുന്നത്. തമിഴ്നാടിൻ്റെ ആ ഒരു സംസ്കാരവുമായിട്ട് ഈ ഒരു തിരുക്കുറളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയും തമിഴ് ജനത ഈ ഒരു തിരുക്കുറളിനെ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അവർ കാണുന്നത്. അപ്പം ഇതിനനുസരിച്ച് ഈ മഹത് വചനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട് ജനത. അപ്പം എന്തായാലും ഈ ഒരു കൾച്ചറും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ആ ഒരു സ്റ്റാച്യു ഓഫ് വിസ്ഡത്തിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിശ്രമിക്കാനായിട്ട് ഈ പടിക്കെട്ടുകളിലൊക്കെ ഇരിപ്പുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് അപ്പുറത്ത് ആ ഒരു വിവേകാനന്ദ പാറയിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെ നടക്കാനൊക്കെ പേടിയുള്ള ആളാണ്. കാരണം ഇതിൻ്റെ താഴെയായിട്ട് ആ ഒരു കടലിൻ്റെ ആ ഒരു തിരമാലകളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാൻ പറ്റും. എങ്കിലും ഒരു ധൈര്യം സംഭരിച്ച് നമ്മൾ അതിൻ്റെ മുകളിലിങ്ങനെ കയറി. നല്ല ഭംഗിയുണ്ട്. ചില ആൾക്കാർ ധൈര്യം സംഭരിച്ച് അതിൻ്റെ മുകളിലൂടെ ഒക്കെ നടക്കുന്നത് കാണാം. കണ്ടില്ലേ, തിരമാലകളൊക്കെ അതിശക്തമായിട്ട് ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ വീശുന്നത്, തിരകളിങ്ങനെ ആഞ്ഞടിക്കുന്നത് കാണാം. കണ്ടില്ലേ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതിന് ശേഷം ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ ഒക്കെ കയറി ആ ബ്രിഡ്ജിൽ കൂടെ നടന്ന് നേരെ എത്തുന്നത് ഈ കാണുന്ന ശ്രീപാദ മണ്ഡപത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇപ്പോൾ എന്തായാലും കന്യാകുമാരിയിലെ കാഴ്ചകളൊക്കെ തന്നെയും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതിനേക്കാളും കൂടുതലുണ്ട്. നേരിട്ട് വരാൻ സാധിക്കുന്ന ആൾക്കാർ വരിക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വരാൻ ശ്രമിക്കുക. ഒരുപാട് പൈസയൊന്നും ആവില്ല ഇങ്ങോട്ടെത്തുന്നതിന്. ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ, ജനറൽ ടിക്കറ്റിലാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം കോട്ടയത്തു നിന്നാണ് വന്നത്, കോട്ടയത്തു നിന്നും കന്യാകുമാരി വരെ ജനറൽ ടിക്കറ്റായത് 90 രൂപയാണ്. പിന്നെ കുടിവെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്.
കന്യാകുമാരിയൊക്കെ ഏകദേശം ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് തിരികെ പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ബോട്ടിൽ കയറി തിരിച്ച് ബോട്ടിയെട്ടിയിലേക്ക് പോവുകയാണ്. തിരികെ പോരുമ്പോഴാണെങ്കിൽ പോലും ബോട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള തിരമാലകൾ കാണാം. ഇനിയിപ്പം തിരിച്ച് ആ ഒരു കന്യാകുമാരി ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകണം. അവിടെ ചെന്നിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അസ്തമയം കാണണം. അതുപോലെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കന്യാകുമാരി യാത്രയുടെ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെയും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെയും ഇതിനകത്ത് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ ആ ഒരു ഭാഗത്ത് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.